വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മുകൾ നിലയിലായതിനാൽ ഈ രണ്ട് സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളുടെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ്. പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. താലൂക്കിൽ 2-3 പ്രാവശ്യം ഞാനടക്കം പോയി പറഞ്ഞിട്ടും അവർ അനങ്ങാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഞാൻ 60% അംഗവികലുള്ള ആളാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറിയില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഒപ്പിട്ടില്ലെങ്കിൽ അപ്പോൾ ലീവ് മാർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ പോയിട്ടാണ് ബാത്റൂം യൂസ് ചെയ്യുന്നത്. വെള്ളമില്ലാത്തവരും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചെന്ന് പറയുമ്പോൾ വെള്ളമടിച്ച് റെഡിയാക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെയാണ്. ബാത്റൂമിലൊന്നും ലൈറ്റ് തന്നില്ല. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. 4 ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത്. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും PWDയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി. നിലവിൽ സിംഗിൾ ഫേസായുള്ള വൈദ്യുതി ലൈൻ 3 ഫേസ് സംവിധാനത്തിലേക്ക് മാറ്റിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കെട്ടിടത്തിൽ മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ.